കൊച്ചിയിൽ ലഹരിയിൽ യുവാവ് മധ്യവയസ്കനെ കുത്തി പരിക്കേൽപ്പിച്ചു. പള്ളുരുത്തി സ്വദേശി നവാസിനാണ് കുത്തേറ്റത്. കുത്തിപ്പരിക്കേൽപ്പിച്ച നജീബിനായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. റാഫി കരീം കൊച്ചിയിൽ വിശദാംശങ്ങളുമായി ചെയ്തു. റാഫി, എപ്പോഴായിരുന്നു സംഭവം? ലഹരി തിമിർപ്പിലായിരുന്നു ഈ അതിക്രമം? സുഹൈൽ, ഇന്നലെ രാവിലെ 11 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. കൊച്ചി പെരുമ്പടപ്പിൽ വെച്ചാണ് നവാസ് എന്ന മധ്യവയസ്കന് പരിക്കേൽക്കുന്നത്. ഇയാളെ നജീബ് എന്ന യുവാവാണ് കുത്തി പരിക്കേൽപ്പിക്കുന്നത്. ഈ നവാസും നജീബും തമ്മിൽ മുൻപരിചയമുള്ള ആളുകളല്ല. മഴ പെയ്തതിനെ തുടർന്ന് നവാസ് തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി നിൽക്കുകയായിരുന്നു. ബൈക്കിലെത്തിയ നജീബ് ഇവിടെ എത്തുകയും പിന്നീട് ഈ നവാസ് മുഖത്ത് നോക്കി ചിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്രമിച്ചതെന്നുള്ളതാണ് നവാസ് പറയുന്നത്. നജീബ് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഈ നവാസിനെ കുത്തുകയായിരുന്നു. നവാസിൻ്റെ കഴുത്തിലാണ് പരിക്കേറ്റിരിക്കുന്നത്. 9 സ്റ്റിച്ചുകളാണ് നവാസിൻ്റെ കഴുത്തിലുള്ളത്. നിലവിൽ പള്ളുരുത്തി പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് എടുത്തിട്ടുണ്ട്. ഈ നജീബിനായുള്ള അന്വേഷണവും പള്ളുരുത്തി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പള്ളുരുത്തി പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നജീബ് മുൻപും പല കേസുകളിലും പ്രതിയാക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നിലവിൽ ബസ് ഡ്രൈവർ ജോലിയാണ് നജീബ് ചെയ്തു വരുന്നത്. മുൻപും കേസുകളിലെ പ്രതിയാണ്. നജീബ് നിലവിൽ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. നജീബിനായി പള്ളുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കത്തിക്കുത്തിൽ പരിക്കേറ്റ നവാസ് ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. 9 സ്റ്റിച്ചുകളാണ് നവാസിന് ഉള്ളത്. മഴ പെയ്തപ്പോൾ രണ്ടുപേർ ഒരു കുടക്കീഴിൽ നിന്നതാണ്, ഒരു സ്ഥലത്ത് മാറി നിന്നതാണ്. അതിൽ ഒരാൾ ലഹരി ഉപയോഗിച്ചിരുന്നു. ആ ലഹരിയിലാണ് ഒന്ന് ചിരിച്ചെന്ന് പറഞ്ഞ് കഴുത്തിന് കുത്തിയത്. 9 സ്റ്റിച്ചാണ് ഇയാൾക്കുള്ളത്. റാഫിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.